നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കുരുക്കുമുറുകുന്നു എന്നതല്ല, വീണ വിജയൻ പെട്ടു. ഇനി ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം പഠിച്ച പണി 18 ഉപയോഗിച്ച് കരിമണൽ കർത്തയെ ഇഡിക്ക് മുന്നിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ പുത്രിയുടെയും പ്ലാനുകളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെയ്യാത്ത ജോലിക്ക് മുഖ്യന്റെ മകൾ എന്ന ഒരൊറ്റ കാരണത്താൽ കോടികൾ മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്ന തെളിവുകളുടെ രേഖകൾ ഇപ്പോൾ ഇഡിയുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രേഖകൾ അക്കമിട്ട് പരിശോധിച്ചാൽ വീണ വിജയന് അഴിയെണ്ണാൻ ഇനി അധിക നാൾ ഇല്ല എന്നത് ഉറപ്പാകും. എന്തായാലും വീണ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ, പ്രധാനപ്പെട്ട രേഖകൾ ഇഡിക്ക് CMRL കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് ആധാരമായിട്ടുള്ള രേഖകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഇഡി ആവശ്യപ്പെട്ട പ്രകാരം കരിമണൽ കർത്ത ഈ രേഖകൾ നൽകുകയുണ്ടായി. ഈ രേഖകൾ വീണ വിജയന് ഒരു പണി തന്നെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പ്. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഇഡി തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും ഇഡിക്ക് മുന്നിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട കർത്ത കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും കേസിൽ നിർണായകമായ തെളിവുകൾ ഇഡിയുടെ കയ്യിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കരിമണൽ കർത്ത. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കർത്തയും വീണയും മുഖ്യനും എല്ലാം ശ്രമിച്ചതെങ്കിലും അത് നടക്കില്ലെന്ന് കണ്ടതോടെ മുഖ്യനെയും മകളെയും കരിമണൽ കർത്ത കൈയൊഴിഞ്ഞിരിക്കുകയാണ്. പ്രധാന രേഖകൾ കർത്ത ഇഡിക്ക് കൈമാറിയെന്നതാണ് റിപ്പോർട്ടുകൾ. എങ്കിലും ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല, ഇനിയും നിരവധി രേഖകൾ ഇഡിക്ക് ആവശ്യമായുണ്ട്. അത് നൽകുന്നില്ല എന്നും ആ രേഖകൾ നൽകാൻ തയ്യാറാകുന്നില്ല എന്നുമെല്ലാം ഇഡി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. കരാർ രേഖകളടക്കം കൈമാറിയിട്ടില്ല എന്നാണ് ഇഡി പറയുന്നത്. ഇഡി ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാറുകൾ രേഖകളുമാണെന്നാണ് റിപ്പോർട്ട്. ചീഫ് ഫിനാൻസ് മാനേജർ പി സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയിട്ടില്ല. സുരേഷ് കുമാറിനെ ഇന്നും ചോദ്യം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇഡി. ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുകയും തീർപ്പാക്കുകയും ചെയ്തതായാണ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തീർപ്പാക്കിയ കേസിന്റെ രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് അയാൾ പറയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ല എന്ന മറുപടി മാത്രമാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഒരു പാവയെ പോലെ. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും ഇന്നും ഇഡി ചോദ്യം ചെയ്യും. അതിനിടെ മാസപ്പടി കേസിൽ SFIO ഇഡി അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട CMRL ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ദില്ലി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാസപ്പടി കേസ് ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യകതയൊന്നുമില്ല എന്നാണ് ഇവർ ഹർജിയിൽ പറയുന്നത്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിട്ടുള്ള രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. വനിതാ ജീവനക്കാരിയെ അടക്കം ഇഡി 24 മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്ന പരാതിയാണ് CMRL ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം മാസപ്പടി കേസിൽ കള്ളങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയത്തിന്റെ പിന്നിലുള്ള വെള്ളപൂശലാണ് എന്നത് കേൾക്കുന്ന ജനത്തിന് പോലും മനസ്സിലാകും. ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തതെന്ന് ഇഡി വ്യക്തമാക്കി. എന്തായാലും മുഖ്യമന്ത്രിക്കും മകൾക്കും കുരുക്കു മുറുകുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉടൻ തന്നെ അഴിക്കുള്ളിലാകുമെന്നതാണ് സൂചനകൾ. അതിനു വേണ്ടിയുള്ള രേഖകളെല്ലാം ഇഡിക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2-3 രേഖകൾ ഇഡിക്ക് ലഭിക്കാനുണ്ട്. അതും ഉടൻ തന്നെ ലഭിക്കും എന്നതാണ് സൂചന.